അമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം അമ്മേ? മോളൊന്നും ചെയ്തു തരണ്ട, അമ്മ ചെയ്തോളാം. എന്താ അമ്മ ഇന്ന് കറി വെക്കുന്നേ? മോളെ അമ്മ പയറുപ്പേരിയും സാമ്പാറും ഉണ്ടാക്കാൻ നട്ടിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 മാസമായിട്ട് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഏട്ടൻ പോയപ്പോ എന്തോ ഒരു ടെൻഷൻ പോലെ അമ്മേ. ഇതുവരെ എവിടെ പോകുമ്പോൾ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ലേ പോകുന്നത്? ഇപ്പൊ അവൻ ഗൾഫിൽ പോയപ്പോ മോൾ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവൂല്ലേ? എന്നൊരു കാര്യം ചെയ്തോ, മോള് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കുന്നോ? അവിടെയാണെങ്കിൽ അനിയത്തിയും ഏട്ടന്റെ മോനും എല്ലാവരും ഉണ്ടല്ലോ. അത് സാറില്ല അമ്മേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെയാ ഇഷ്ടം. എന്നാ പിന്നെ മോൾ ഇവിടെ തന്നെ ഇരുന്നോ. മോൾ ഇവിടെ നിൽക്കേണ്ടതായിരിക്കും അവനും ഇഷ്ടം. മോളൊരു കാര്യം ചെയ്, ഇന്നാ ഈ ആപ്പിളും പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് TV കണ്ടിരുന്നു. അവൻ വേഗം കറിയാക്കട്ടെ. ഉപ്പേരിയും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കാം അമ്മേ. ഏട്ടൻ ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി 2 മാസത്തോടെ വെറുതെ ഇരുന്നു വിരുന്ന് പോയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനോട് എങ്ങനെ വെറുതെ ഇരിക്കണേ? എനിക്കാണെങ്കിൽ നന്നായിട്ട് ഓരോന്ന് ഉണ്ടാക്കാനും അറിയാം. അത് എന്നോടെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട് മോളെ. മോളിന്റെ അമ്മ പോയ പിന്നെ മോളാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണതെന്നും പിന്നെ കുറെയൊക്കെ കഴിഞ്ഞിട്ടില്ലേ ആങ്ങൾക്ക് കല്യാണം കഴിഞ്ഞില്ലേ, കാരണം മോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അവനത് തന്നെ ഭയങ്കര വിഷമോ. അമ്മയെ അവളെ നല്ലപോലെ നോക്കണം കേട്ടോ, അത്രയും കഷ്ടപ്പെട്ട കുട്ടിയാണ്, വീട്ടിലെ അമ്മയില്ലാണ്ട് എന്നെല്ലാം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ഇവിടെ ഒരു വിഷമം ഉണ്ടാവില്ല കേട്ടോ. മോൾ എന്നെ സ്വന്തം അമ്മനെ പോലെ വിചാരിച്ചു. ഞങ്ങളുടെ ലച്ചു ജനിച്ച് അവൾക്ക് 2 വയസ്സാവണേക്കാ മുന്നേ അമ്മ മരിച്ചതാ. അന്നോട്ട് തുടങ്ങിയതാ ഞങ്ങളുടെയൊക്കെ കഷ്ടപ്പാട്. പിന്നെ 1 വർഷമാകുമ്പോഴത്തേക്ക് അച്ഛനും പോയി. പിന്നെ ഞാനും ഏട്ടനും അവളും ഒറ്റയ്ക്കായിരുന്നു. ഞാനും ഏട്ടനും അവളെ ഒരു മോളെ പോലെ നോക്കിയിട്ട് ഇപ്പൊ എനിക്ക് അവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല അമ്മ. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലാട്ടാ. അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മോളൊരു കാര്യം ചെയ്ത് ഇപ്പൊ പുതിയൊരു അമ്മ കിട്ടിയെന്ന് വിചാരിച്ചോ, സന്തോഷത്തോടു കൂടി മോളിരിക്കും. നമുക്കതേ വേണ്ടിയുള്ളൂ. അതല്ലേ, അമ്മയില്ലാന്ന് അറിഞ്ഞിട്ടും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ലേ ഞങ്ങൾ മോളെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ചെറിയവൾക്കിപ്പോ ആങ്ങളെയുണ്ടല്ലോ, ആങ്ങളെയും ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവർ നന്നായി നോക്കുന്നുണ്ട്. മോള് സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ? മോൾ അങ്ങനെയല്ലേ പറഞ്ഞൊരു സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത്. അവളങ്ങ് ഇരിക്കട്ടെ, അവള് പഠിച്ചൊരു വലിയ കുട്ടി ആവട്ടെ. ഞാൻ പറയണ്ടായിരുന്നു, പാവം അമ്മയില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം എന്താണെന്നറിയുള്ളൂ. അമ്മയുള്ളവർക്കോ അമ്മമാര് വേണ്ടാനും. എന്തെല്ലാം ഒരു കാലങ്ങളാ ഇന്നത്തെ. ഇതാരാ കൊറേ സമയം ഉണ്ടല്ലേ വിളിക്കുന്നത്? ബസ്സിന്നും വിളിച്ചു ഞാൻ കട്ടാക്കിയതാ. സിന്ധുവാ? ആ ഹലോ, ആ സിന്ധു, ആ പറയ്. എല്ലാവർക്കും സുഖല്ലേ അമ്മേ? ആ എല്ലാവരും സുഖമായിട്ടിരിക്കും. കൃഷ്ണ എന്ത് ചെയ്യുന്നു? അനൂപ് പോകുന്നതെന്ന് എനിക്ക് വരാൻ പറ്റാഞ്ഞിട്ടാട്ടോ അമ്മേ. അത് സാരമില്ല. ആ എന്തായാലും അവളുടെ ആങ്ങളെ എത്തിയിട്ടുണ്ടല്ലോ, പിന്നെന്താ. അവളെ എനിക്കൊരു സ്വൈര്യം പോലും തന്നിട്ടില്ല. അമ്മായിമ്മ ഇല്ലാന്നേ ഉള്ളൂ. 2 അമ്മായിമ്മയ്ക്ക് കണക്കായിട്ടാണ് അവളിവിടെ എന്നോട് ചെയ്ത് കാണിച്ചത്. അയ്യോ, ഇവിടെ നല്ല പെരുമാറ്റമാ. വെറും മുഖംമൂടിയാണ് അമ്മേ. അവളെ സൂക്ഷിച്ചില്ലെങ്കിൽ അമ്മേനെയും പിടിച്ച് പുറത്താക്കാൻ അവള് മടിക്കത്തില്ല. ആ കുട്ടിനെ കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അത് കാരണം അവർ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാം അമ്മന്റെ സ്നേഹമൊക്കെ കൊടുത്തിട്ട്. അല്ലെങ്കിൽ എന്റെ സ്വന്തം മോളെ പോലെയാ നോക്കും ഞാൻ അവളെ. അവളുടെ അനിയത്തി ഒന്നുണ്ടല്ലോ, നാശം പിടിച്ചത്, അതിനെ എവിടെയും കൊണ്ടുപോയി കളയണം. ഞാനാടി വിളിക്കുന്നത്? നീ ആരാ വിളിച്ചേ? എന്റെ അമ്മനെ. നീ നിന്റെ അമ്മനാണോ വിളിച്ചത്, അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്മായി അമ്മനാണോ വിളിച്ചത്? ആരാ നീ വിളിച്ചത്? നീ കാരണം എന്റെ പെങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിന്നെ പിടിച്ച് ഞാൻ പുറത്താക്കും. പിന്നെ ഇതുപോലായിരിക്കൂല കളികൾ. പെങ്ങളെ ഞാൻ സൂക്ഷിക്കാൻ വിടുന്നുണ്ട്, കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. കട്ടയ്യോ, എന്റെ ദൈവമേ, ഇവരെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇവർ പറയുന്നത് ശരിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. കല്യാണം കണ്ട് 2-2.5 മാസം ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അവനിപ്പോ ഗൾഫിൽ വിട്ടിട്ട് പോയി, ഇവര് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും അവിടെ നോക്ക്, അവര് പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക അവളിനെ. വേറെന്താ വഴി? വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ അമ്മ ഇത്ര നേരം? ഞാൻ എത്ര വട്ടം വിളിച്ചു നോക്കിന്നറിയോ? അമ്മ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ബസ്സിൽ നല്ല തിരക്കാ, വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റണ്ടേ, അതാ എടുക്കാത്തത്.
അമ്മ എന്താ എങ്ങനെ പെരുമാറണേ? എന്ത് പറ്റിയാണാവോ? പുയ പറഞ്ഞു, ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുയക്ക് കലി വന്നു. അതാ ഡാലിയമ്മയുടെ ധീരത്ത് വലം വെച്ച് ദേശത്തോടെ നീ രാവിലെ തുടങ്ങിയാണല്ലോ ഒരു ബുക്ക് എടുത്തിട്ട്. ഞാനെന്താ നിങ്ങളെ വേലക്കാരിയോ? പഠിച്ച് കളക്ടർ ആവാൻ വേണ്ടി പോവാ? എടുത്തമ്മ ബുക്ക് താ. ഞാൻ ഇത്ര നേരം പണിയെടുത്തതല്ലേ, ബുക്ക് താ. എനിക്ക് എക്സാമാ. ബുക്ക് താ, ബുക്ക് താ. എനിക്ക് മറ്റന്നാൾ എക്സാമാ. ബുക്ക് താ. മാറിട്ട് അങ്ങോട്ട്. ബുക്ക് ഇത് കൊണ്ടുപോയ അലക്ക്. നിന്റെ ഏട്ടന്റെ അടുത്ത് കളിക്കുന്ന കളിയില്ലേ, എന്റെ അടുത്ത് കളിക്കാൻ നിക്കണ്ട. മര്യാദയ്ക്ക് പറഞ്ഞ പണി പോയി ചെയ്യ്. വന്നിരിക്കുന്ന ഒരു കളക്ടർ. ഓ, ചോറൊന്നും ആയിക്കില്ലല്ലോ. വിശന്നിട്ട് വയ്യ. മാങ്ങയ്ക്ക് മാങ്ങ. ഡേ വെക്കടി, അത് കറി വെക്കാൻ കൊണ്ടുവന്ന് വെച്ച മാങ്ങയാ, അല്ലാതെ നിനക്ക് തിന്നാൻ വേണ്ടിട്ടല്ല. എടുത്തിയമ്മ, ഞാൻ വിശന്നിട്ട് എടുത്തായിരുന്നു മാങ്ങ. വിശക്കുന്നുണ്ടെങ്കിലേ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കണം. ഒന്നും സ്കൂളൊന്നും ഇല്ലല്ലോ. നേരത്തെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കിയാ പോരെ, അല്ലാതെ നിന്റെ കല്യാണം കഴിഞ്ഞ ചേച്ചി ഒന്നും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഞാനൊന്നും മനസ്സ് വെച്ചാലേ നിന്റെ ചേച്ചി എന്റെ കാലിന്റെ ചോട്ടിൽ വന്ന് ഇവിടെ ഇരിക്കും. എടുത്തമ്മ, ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം. എന്റെ ചേച്ചി അവിടെ സന്തോഷത്തോടെ ഇരിക്കുക. എന്റെ ചേച്ചിനൊന്നും ചെയ്യരുത്. ഞാൻ കാലി പിടിക്കാം. ആ, അങ്ങനെ എന്റെ വഴിക്ക് വാ. ചോറ് വെന്തെങ്കിലേ പോയി വാർക്ക്. ഇവിടെ ഒരു ചേച്ചി. ഹലോ ചേച്ചി, ചേച്ചി. എന്താ മോളെ? എന്തിനാ മോളിപ്പോ കരയണേ? എന്താ വിഷമം? എടുത്തിയമ്മ എന്നെ പഠിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഞാൻ എത്ര പണി എടുത്തു കൊടുത്താലും എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് മറ്റന്നാൾ എക്സാം പറഞ്ഞിട്ടൊന്നും എന്നെ പഠിക്കാൻ ബുക്കൊന്നും തരുന്നില്ല. എനിക്ക് പണി ഞാൻ എത്ര വേണമെങ്കിലും എടുത്തു കൊടുക്കാം. പക്ഷെ എന്റെ ചേച്ചീനൊക്കെ കുറ്റം പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. മോളിങ്ങനെ കരയില്ലേ? കരച്ചിൽ തീർത്ത്. പഠിക്കാനൊന്നും പറ്റണില്ല അല്ലേ? സാരില്ല, ചേച്ചി ഒരു വഴി ഉണ്ടാക്കാട്ടോ. ഏട്ടല്ലേ അവിടെ? ഏട്ടനൊന്നുമില്ല. ഏട്ടനുള്ള സമയത്ത് ഏട്ടത്തിയമ്മ എന്നൊന്നും ചെയ്യില്ല, വഴക്കൊന്നും പറയില്ല. ഏട്ടൻ പോയി കഴിഞ്ഞാൽ തുടങ്ങും ചേച്ചിന്റെ ജീവിതം കൊളാക്കുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല. ചേച്ചി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ചേച്ചിനെന്തിനാ? എന്ത്? ചേച്ചിയുടെ ജീവിതം അവര് നശിപ്പിക്കുന്നോ? മോളൊന്നും പേടിക്കണ്ട കേട്ടോ. ആ, ചേച്ചിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല മോളെ. ചേച്ചി ഇവിടെ സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും മോളുടെ കാര്യത്തില് ചേച്ചി ഒരു വഴി ഉണ്ടാക്കാട്ടോ. മോള് കരയാതിരിക്കുക. ഇപ്പൊ തന്നെ ഏട്ടത്തിയമ്മ കാണാതെ വിളിക്കുന്നത്. ചോറ് കഴിച്ച പാത്രമൊക്കെ ഉണ്ടാവും കെക്കി വെക്കാൻ. ഞാനതൊക്കെ പോയി കെക്കി വെക്കട്ടെ. എന്നാ ശരി. കട്ടാക്കിലോ? അയ്യോ ദൈവമേ, എന്തൊരവസ്ഥയാ. അമ്മയ്ക്ക് വയ്യേ? അമ്മ എന്താ കിടക്കണേ? എന്താ എന്താ കാര്യം? ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ വന്നതാ. അമ്മ എന്താ ഇപ്പൊ എന്നോട് തിരുമ്മുണ്ട് ഒന്നും ചെയ്യാത്ത? എന്ത് മിണ്ടാനാ? ഞങ്ങള് സത്യസന്ധമായിട്ടാണ് ഈ വീട്ടിൽ എല്ലാവരും പെരുമാറുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് മുഖം മൂടി വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടോ പെരുമാറുന്നത് എനിക്കറിയില്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണമ്മേ? അമ്മ എന്താ ചെയ്തോ ഇത്? പിന്നെ ഞാൻ എങ്ങനെ പറയണോ? നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഞാനമ്മ ഒരമ്മയുടെ പോലെയല്ല അമ്മനെ കണ്ടത്. ഞാനും എന്റെ മോളെ പോലെ തന്നെയാണ് കണ്ടിരിക്കണത്.
പിന്നെ ഓരോരുത്തര് എനിക്കറിയില്ല, ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ, ഇനി അമ്മയില്ലാത്ത വീട്ടിലെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സ്വന്തം അമ്മനെ പോലെ കണ്ടിരിക്കും പറഞ്ഞ കൊണ്ടുവന്നത്. പിന്നെ ഓരോരുത്തരുടെ പറച്ചിലും കേട്ടില്ലെന്ന് കേട്ടപ്പോ അമ്മ എനിക്ക് അമ്മയില്ലാത്തത്. അപ്പൊ ഞാൻ അമ്മോട് എങ്ങനെ എന്ത് ചെയ്തിട്ട് അമ്മ എങ്ങനെ എന്നോട് ചെയ്യണേ? നീയിപ്പൊ എന്താ വന്ന കാര്യം പറയേ, എന്താ വന്നത്? എന്നെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടെ നിക്കാൻ പറ്റണില്ല. ഞാനിങ്ങോട്ട് കൊണ്ട് നിന്റെ അനിയത്തി വിളിച്ചത് നിന്റെ കാര്യങ്ങളെല്ലാം നിന്റെ ആങ്ങളുടെ ഭാര്യ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അമ്മ വിചാരിക്കണ പോലെ ഒരാളല്ല ഞങ്ങളുടെ ഏടത്തിയമ്മ. ഏടത്തിയമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് എന്നെ ലച്ചുവിനെ അവിടെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ ജീവിതം നശിപ്പിക്കുന്ന ഇന്ന് ലച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ലച്ചു എന്നെ വിളിച്ച് കരഞ്ഞതാ. ഞാനും ഏട്ടനും ലച്ചുവിനെ മോളെ പോലെ വളർത്തിയതാ. പക്ഷെ ഏടത്തിയമ്മയുടെ ഉപദ്രവൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റുണ്ടാവില്ല. ഇപ്പൊ അമ്മേ, ഞാൻ അവളെന്നെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോട്ടെ? ഇവിടുന്ന് അവളെന്നെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കാം. ഞങ്ങൾക്കാകെ ഒരു മോനേ ഉള്ളൂ മോളെ. എന്താ ഞാൻ അത്രയും ദേഷ്യം വരാൻ കാരണം അറിയോ? എൻ്റെ മോൻ ഗൾഫിൽ പോയി. നിന്നോട് ദേഷ്യപ്പെട്ട് എനിക്ക് എന്ത് കിട്ടാനാ? നിന്റെ ഏടത്തിയമ്മ എന്നെ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നെ കുറിച്ചിട്ട്. നീ അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നും അവർക്ക് സ്വൈരം കൊടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നീ കുടുംബത്തിനെ കൊളന്നുകൊണ്ടും എന്നെ പുറത്താക്കുന്നൊക്കെ പറഞ്ഞാലേ ഞാൻ എങ്ങനെ മോളെ വിശ്വസിക്കുക? നീ അനിയത്തിനെ കൊണ്ടുവന്നോ? അതെനിക്ക് സന്തോഷമില്ല ഉള്ളൂ. അമ്മയില്ലാത്ത മക്കളല്ലേ. അമ്മേ, ഇന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ? ഞങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവവും അമ്മയ്ക്ക് ഉണ്ടാവില്ല. മോളെ, നിന്റെ അനിയത്തിനെ കൊണ്ടുവന്നാല് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അമ്മയില്ലാണ്ട് വളർന്ന മക്കളല്ലേ. നിന്റെ ഏടത്തിയും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് എന്തോ വല്ലാത്തൊരു വേദന തോന്നി മനസ്സിന്. അത് കാരണമാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസമെങ്കിലും മോളോട് തെറ്റിദ്ധരിച്ചില്ലേ. അമ്മനോട് ക്ഷമിക്ക്. അമ്മയില്ലാണ്ട് വളർന്ന കുട്ടികളല്ലേ, എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. മോളൊരു കാര്യം ചെയ്യ്, പോയിട്ടേ അനിയത്തിൻ്റെ കൂട്ടിയിട്ട് വാ. ഇവിടുത്തെ അച്ഛനത് കേട്ട സന്തോഷമാവും, പിന്നെ എൻ്റെ മോനും. അമ്മേ, അമ്മ സമ്മതിച്ചപ്പോ തന്നെ എനിക്ക് സമാധാനമായി. ഞാൻ അവളുടെ കാര്യത്തിൽ അത്ര അധികം ടെൻഷൻ അടിച്ചതാ. അമ്മോട് അവിടുത്തെ അവസ്ഥ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്ക് പറ്റാതെ ആയപ്പോഴാ ഞാൻ അമ്മോട് പറഞ്ഞത്. ലച്ചു ആണെങ്കിൽ മിക്ക ദിവസം വിളിച്ചാൽ ഞാൻ കരച്ചില്ല. എന്തായാലും സമാധാനമായി അമ്മ. മോളിന് സമാധാനമായിട്ടിരിക്കും. ആങ്ങളടുത്ത് ഇപ്പം തന്നെ വിളിച്ചു പറയും അവളെ കൊണ്ടുവരാൻ. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ അമ്മ സമ്മതിച്ചു കേട്ടോ എൻ്റെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരിക്കും അല്ലേ? ഞാൻ വിളിച്ചു നോക്കി, കിട്ടിയില്ല. എന്തായാലും ഞാനേ അനൂപേട്ടനോട് പറയാം ഇന്ന് തന്നെ അവളെ ഇങ്ങോട്ട് ആക്കിത്തരാം. ശരി ഏട്ടാ, ഏട്ടൻ ഫ്രീ ആകുമ്പോൾ വിളിക്കോട്ടാ. ദൈവമേ, ഒരു കുട്ടികൾക്കും ഞങ്ങളുടെ പോലെ അമ്മയില്ലാത്ത ജീവിക്കേണ്ട അവസ്ഥ വരുത്തരുതേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏട്ടാ, ലച്ചു വാ ഇരിക്കേട്ടാ. അമ്മ അടുക്കളയിലുണ്ട് ഏട്ടാ, ഞാനിപ്പോ വിളിച്ചിട്ട് വരാം. മനുജമ്മേ, മോള് കുറച്ച് ഇവിടെ നിൽക്കട്ടെ. കൃഷ്ണ വിളിച്ചു പറഞ്ഞു കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ മോളായിട്ട് വന്നത്. അവിടെ ലേശം കച്ചറ ആണ്, വൃത്തികേട് കൊണ്ടിട്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അതിനെന്താ, ഞാനല്ലേ പറഞ്ഞത് പെങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അനിയത്തിക്കുട്ടിനെ. മോൾക്ക് ഇവിടെ സന്തോഷമായിട്ട് ഇരുന്നോട്ടാ, ഒന്നും വിചാരിക്കണ്ട. സ്വന്തം അമ്മനെ പോലെ നിങ്ങളൊക്കെ എന്നെ കരുതിയാൽ മതി. സമാധാനത്തിൽ അവിടെ പോയിരുന്നോ. അവള് പറഞ്ഞു അവിടെ കുറച്ച് കച്ചറിയാണ്, കാര്യം എങ്ങനെയൊക്കെയാണെന്ന്. അവളെ കൊണ്ട് ലേശം ബുദ്ധിമുട്ടിലാണ്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അനിയത്തി കുട്ടീനെ കൂട്ടിയിട്ട് ഞാൻ പോയിക്കോളാം. വേറെ ഒന്നും വനജമ്മ വിചാരിക്കരുത്. ഞാൻ എന്ത് വിചാരിക്കാനാ? വാ മോള് വാ. മോൾക്ക് ചേച്ചിൻ്റെ അടുത്ത് സന്തോഷമായില്ലേ? ഇട്ടടാ. അയ്യോ പാവങ്ങള്, ഒന്നും വിചാരിക്കണ്ട. അമ്മയില്ലാത്ത മക്കളല്ലേ, അവരോട് സന്തോഷത്തോടു കൂടി കഴിയും. പിന്നെ എൻ്റെ മോനും ഗൾഫില്, ഞങ്ങൾക്ക് ആരാ ഉള്ളത്?
ആ കുട്ടി വിടുന്നോട്ടെ, അവൾ ഇവിടുന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കാം അല്ലേ മോളെ? ഇരിക്കെ ചായയും ചോറ് കഴിച്ചിട്ട് പോകാം സമാധാനത്തില്. ചായയും ചോറൊന്നും വേണ്ട വനജമ്മ. എൻ്റെ പെങ്ങളെ കൊടുത്തത് നല്ലൊരു കുടുംബത്തിലേക്കാണ്, അത് മാത്രം മതി. ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. ശരി മോളെ, ഏട്ടൻ പോയിട്ട് വരാട്ടോ. ഏട്ടൻ പോയിട്ട് വരാം. അവളമ്മേൻ്റെ അടുത്ത് നിൽക്കട്ടാ.